ശമ നമ്മുടെ ഈ നാട്ടിൽ ഈ പോക്സോ കേസുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ചുമ്മാ കയറി കൊടുക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. പോക്സോ കേസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പോക്സോ വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ളൊരു വകുപ്പാണ് പോക്സോ വകുപ്പ്. പക്ഷേ ഇപ്പോൾ പോക്സോ വകുപ്പ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നത് ഭയങ്കര ദുരുപയോഗമാണ്. പക്ഷേ പോലീസിന് ഇത് കൃത്യമായിട്ട് അറിയാം. ഈ പോക്സോ വകുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ പോക്സോ വകുപ്പ് ചുമത്തപ്പെടുന്ന ആൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. അയാൾ ജയിലിൽ പോവുകയല്ല എന്നുള്ളതല്ലാതെ ഒരു മാർഗ്ഗമില്ല എന്നുള്ളതാണ് ഈ വകുപ്പിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ മാതാപിതാക്കൾ ഈ പോക്സോ വകുപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ പെൺകുട്ടി വേറൊരു ചെക്കനുമായിട്ട് പ്രണയത്തിലാണെങ്കിൽ ഞാൻ ഉടനെ ആ ചെക്കനെതിരെ പോക്സോ വകുപ്പ് കൊടുക്കാനായിട്ട് പോലീസിന് സമ്മർദ്ദം ചെയ്ത് പോലീസ് അത് ചെയ്യും. അങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം ഇവർ തമ്മിൽ പ്രണയത്തിലായിരിക്കും. അങ്ങനെയായിരിക്കും. ഡൽഹി ഹൈക്കോടതിയുടെ തന്നെ, ഡൽഹി ഹൈക്കോടതിയാണെന്ന് തോന്നുന്നത്, ഏതൊരു ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ട്. അതായത് പ്രായപൂർത്തിയാകാത്ത രണ്ട് മൈനറായിട്ടുള്ള വ്യക്തികൾ കൺസെൻറ്റോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പോക്സോ ഇടേണ്ട ആവശ്യം എന്താണ് എന്ന് ഡൽഹി ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു, എനിക്ക് ചോദിച്ചിട്ടുള്ള ആരും തോന്നുന്നു. പോക്സോ ദുരുപയോഗം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാനായിട്ടുള്ള കാരണം എറണാകുളത്തുണ്ടായ ഒരു കേസാണ്. ഈ എറണാകുളത്തുണ്ടായ കേസ് ഈ തടിയിട്ടപ്പറമ്പ് പോലീസ് അല്ലേ, ആ തടിയിട്ടപ്പറമ്പ് പോലീസിന്റെ പരിധിയിൽ വരുന്ന ഒരു കേസാണ്. 16 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി. ഈ 16 വയസ്സായ ഒരു പെൺകുട്ടി പോക്സോ കേസ് കൊടുത്തത് സ്വന്തം അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരങ്ങൾക്കെതിരെയാണ്. അത് കസിൻസിനെതിരെയാണ്. കസിൻസിന് 18 വയസ്സായി. ബാക്കി ഞാൻ പറയുന്നില്ല, എന്താ കഥ? ഈ കുട്ടിയുടെ പ്രണയബന്ധം, ഈ കുട്ടിക്ക് ഒരു പ്രണയബന്ധമുണ്ട്. ഈ പ്രണയബന്ധം സംബന്ധിച്ചുള്ള വിവരം ഈ സഹോദരങ്ങളാണ് നോക്കുമ്പോൾ, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാവുമ്പോൾ സഹോദരങ്ങളാണല്ലോ. അപ്പോൾ ഈ രണ്ട് കുട്ടികളും കൂടെ പോയി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു കൊടുത്തതിൻ്റെ ദേഷ്യത്തിൽ ഈ കുട്ടി ആ പ്രണയബന്ധത്തിൽ നിന്നും വിലക്കി വീട്ടുകാർ. ആ വിലക്ക് വന്ന ദിവസം സ്കൂൾ വിട്ട് വന്ന പെൺകുട്ടി വീട്ടിലേക്ക് നേരെ വരാതെ തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി. ഡയറക്റ്റായിട്ട് പോയി, നേരിട്ട് പോയി. അത് ഭയങ്കര ഗട്ട്സ് ആണല്ലോ. നേരിട്ട് പോയി ഈ രണ്ട് പയ്യന്മാർക്കുമെതിരെ പീഡന പരാതി കൊടുത്തു. അപ്പൊ അവൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയമോപദേശമോ മാർഗനിർദ്ദേശമോ ഇവിടെ എന്തെങ്കിലും കിട്ടിക്കാണും. ഒരു പക്ഷേ ആ കാമുകൻ തന്നെയായിരിക്കും. ആ കാമുകൻ തന്നെയായിരിക്കും ഈ ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തത്. അവനെ വിലക്കിയതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയും. അവൻ തന്നെയായിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്. 68 ദിവസമാണ് ഈ കുട്ടികൾ പോയി കിടക്കേണ്ടി വന്നത്. 68 ദിവസം പോയി ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. പോക്സോ കേസ്, തനിഷ് പറഞ്ഞതുപോലെ പോക്സോ കേസിന് വേറെ ഓപ്ഷനൊന്നുമില്ല. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് 2012 ഇന്ത്യൻ പാർലമെന്റ് ഇത് പാസ്സാക്കിയത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി. ഇതെടുത്ത് പയറ്റുകയാണ് പലരും. പ്രമുഖ നടനെതിരെ ഒളിവില അത് പോലീസ് പറയുന്നതല്ലേ, നിങ്ങൾ ഒളിവിൽ പൊക്കോ, നമ്മൾ കോടതിയോട് പറഞ്ഞോളാം പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എത്രയോ ദിവസമായിട്ട് ഒളിവിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റിസ് ഡയസിന്റെ ബെഞ്ചിലാണ് ഇത് വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പോലീസിനെ എടുത്ത് ഇതാക്കി കോടതി, ആവശ്യമില്ലാത്ത FIR ഇങ്ങനെ ഇടരുതെന്ന് പറഞ്ഞു. ഇത് നോക്കിയും കണ്ടും ചെയ്യാതെ ഇങ്ങനെയുള്ള കേസുകൾ FIR ഇടുമ്പോൾ സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് പറഞ്ഞു. അത് കോടതിക്ക് ദേഷ്യം വന്നു. ഈ 68 ദിവസം എന്നിട്ട് കോടതി ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് കുട്ടികൾക്കും കൗൺസിലിംഗ് ഏർപ്പെടുത്തണമെന്ന്. അകത്ത് പോയ രണ്ട് ട്രോമ ഉണ്ടാവില്ലേ 18ാമത്തെ വയസ്സിൽ. പോലീസ് ഇതെന്താ ശ്രദ്ധിക്കാത്തത്? പോലീസ് കൊണ്ട് ഒരു പെൺകുട്ടി ഉണ്ടെന്നൊരു പരാതി കൊടുക്കുന്നു. അത് പരാതി കൊടുക്കാൻ എനിക്ക് ഇതിൽ കുറെ ഡൗട്ടുകളുണ്ട്. ഒന്നാമത്തെ ഡൗട്ട്, ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ സഹോദരന്റെ മക്കളാണെന്ന് പറയും. അപ്പൊ ഈ വീട്ടുകാർ ഇതിൽ ഇടപെടില്ലേ? വീട്ടുകാർ ഇടപെട്ടത് അതല്ലേ ഏറ്റവും വലിയ കാര്യം. പോലീസ് വീട്ടിൽ എത്തിയപ്പോഴാണ് പീഡന പരാതിയുടെ കാര്യം വീട്ടുകാരറിയുന്നത്. പോലീസ് തേടി ഈ കാര്യം അന്വേഷിക്കാൻ വീട്ടിൽ പോലീസ് എത്തുമ്പോഴാണ് ഈ കുട്ടിയുടെ അച്ഛൻ അറിയുന്നത്. ആ അച്ഛൻ അത് കോടതിയിൽ ചെന്ന് പറഞ്ഞു. ഇവരുടെ ജാമ്യ ഹർജിക്കൊപ്പം പോലീസ് കൊടുത്ത റിപ്പോർട്ട് സത്യവാങ്മൂലം കൊണ്ട് കൊടുത്തു രണ്ടുപേരും. അതായത് ഈ കുട്ടിയുടെ ഒരു സത്യവാങ്മൂലം കൊടുത്തു, അച്ഛൻ്റെയും കൊടുത്തു. ഈ കുട്ടി പറഞ്ഞു എനിക്ക് അന്നേരത്തെ ഉള്ള ദേഷ്യത്തിന് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടിക്കെതിരെ ശിക്ഷാ നടപടി കോടതി വിളിപ്പിച്ച് ജസ്റ്റിസ് വിളിപ്പിച്ചു, കോടതി വരാൻ പറഞ്ഞു. അപ്പൊ ഈ 68 ദിവസം ഈ പിള്ളേർക്ക് പോയതിന് എന്ത് നീതീകരണം എന്നുള്ളത്? ഒരു നീതീകരണവും ഇല്ല. കോടതിക്ക് ഒരു നീതീകരണവും ഇല്ല. കോടതി പിന്നെ താക്കീത് കൊടുത്തു. കോടതി പോലീസിന് താക്കീത് കൊടുത്തു. ഇങ്ങനെയുള്ള ജസ്റ്റ് ഒരു താക്കീതിൽ ഒതുക്കി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം പോയില്ലേ? പിന്നെ രണ്ട് പയ്യന്മാർ 68 ദിവസം ജയിലിൽ കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവിടെ പോയി കിടക്കത്തില്ലോ. വാർത്തയും വന്നു, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. പിന്നെ സഹോദരിയെ പീഡിപ്പിച്ചു. സഹോദരിയെ പീഡിപ്പിച്ചെന്നല്ലേ ജയിലിൽ വെച്ചിട്ട് സെല്ലിൽ വെച്ച് ആ കുട്ടികൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും. അതെ.
സെല്ലിൽ വെച്ച് ആ കുട്ടികൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് 68 ദിവസം റിമാൻഡ് എന്ന് പറയുമ്പോൾ ക്ഷമ ഏത് ജയിലിലാണ് പിടിച്ചിടുന്നത്? സബ് ജയിലിലാണോ? സബ് ജയിലിൽ കൊണ്ടിടും. സബ് ജയിലിൽ എങ്ങനെ ബോൺ ക്രിമിനൽസിന് ജോണാണ് വരുന്നത്? അതേ സെപ്പറേറ്റ് ആയിട്ട് പോലീസ് ഒരു എക്സെപ്ഷൻ കാണിക്കും? അല്ല, ഇത് അവിടെ പിന്നെ ഇങ്ങനെയുള്ള ക്രിമിനൽസ് കിടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല പോക്സോ കേസ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നടയടി മുതൽ കിട്ടും. നടയടി മുതൽ തുടങ്ങും അവിടെ അടിയും ഉപദ്രവിക്കാവുന്നതിനെ എത്രത്തോളം ചൂഷണം ചെയ്യാമോ അത്രത്തോളം ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സ്ത്രീ പീഡനം. പോക്സോ കേസുമായിട്ടൊക്കെ നമ്മൾ സെല്ലിലോട്ട് ചെല്ലുന്നവർക്ക് നല്ല ഇടി അവിടെ കൊടുക്കും. അതിനുള്ള നിർദ്ദേശം അവിടെ സെല്ല് മേശ്ശേരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സെല്ല് മേശ്ശേരി. അത് വർഷങ്ങളായിട്ട് അവിടെ കിടന്ന് മൂത്ത ആളാണ് ഈ സെല്ല് മേശ്ശേരി. അയാളാണ് ഒരു സെല്ലിന് ഒരു മേശ്ശേരിയാണ്. ഈ മേശ്ശേരിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെ വരുന്നവരെയൊക്കെ പിടിച്ച് അടിക്കാൻ അയാൾ നിർദ്ദേശം കൊടുക്കും. അടിക്കാൻ പ്രത്യേക സംഘമുണ്ട്. അങ്ങനെ ഈ കുട്ടിക്ക് ഒത്താശം ചെയ്യും. കിട്ടട്ടെ എന്ന് വിചാരിക്കും. അത് അടി സ്ഥിരമായിട്ട് അടി മേടിച്ച് കൂട്ടും. അതൊരു സ്ഥിരമായി ആദ്യം ചെല്ലുമ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് ചെല്ലുന്നവർക്ക് ഒരാഴ്ച അടിയുടെ പൂരപ്പറമ്പായിരിക്കും അവിടെ. അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഇവിടുത്തെ ഞാൻ ഈ റിട്ടയർ ആയിട്ടുള്ള പല ജയിലർമാരുടെയും പിന്നെ ബൈറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ കഥകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ കഥകൾ എന്നോട് പറയും. അവർ തന്നെ പറയും, അടി കൊടുക്കാൻ പറയും. അതൊരു ശിക്ഷയാണ് അവിടുത്തെ ഒരു ശിക്ഷയാണ്. പക്ഷേ ഇതിപ്പം വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് ഇതിപ്പം നമുക്ക് പിന്നെ എന്താ പറയുക ഒരു കോളത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന വാർത്തയായിട്ട് ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടും. ഇത് സത്യം പറയുന്നത് ഒരു വലിയ വാർത്തയാണ്. കാര്യം ഇങ്ങനെയുള്ളത് പിന്നെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമം എടുത്ത് പായറ്റുന്നു. അപ്പോൾ ഒരു ക്രിമിനൽ ഈ 16-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ ഉള്ളിൽ എങ്ങനെ ഒരു ക്രിമിനൽ കടന്നുകൂടി? 16-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു ക്രിമിനൽ കടന്നുകൂടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൽ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞു, പോലീസിന് താക്കീത് കൊടുത്തു. അതുപോലെ കുട്ടിയെ പിന്നെ ജസ്റ്റിസ് പിന്നെ കോടതി വിളിപ്പിച്ചു, കോടതി വരാൻ പറഞ്ഞു. കുട്ടി കോടതി വന്നിട്ട് ചോദിച്ചു ഇതാണോ കാര്യം എന്ന് ചോദിച്ചു. സത്യവാങ്മൂലം വായിച്ചിട്ടാണ് ജഡ്ജി പറഞ്ഞത് വരാൻ പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇതിന്റെ മോട്ടീവ് എന്തായിരുന്നെന്ന് ചോദിച്ചു. മോട്ടീവ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എൻ്റെ പ്രണയബന്ധത്തിന് തടസ്സം നിന്നപ്പോൾ ഞാൻ എടുത്ത് കുട്ടിക്ക് നിയമോപദേശം കൊടുത്ത ഒരാളുണ്ടായിരിക്കും, അയാളെ പിടിച്ചകത്തിട്ടാൽ അതെ അവനെയാണ് ഇത് ചെയ്യേണ്ടത്. അവനെയാണ് ആദ്യം തൂക്കേണ്ടത്. അവന് ഈ ക്രിമിനൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ ഈ വീട്ടുകാർ ഞാനും ചിന്തിക്കുന്നുണ്ടല്ലോ, ഈ വീട്ടുകാർ ഈ പ്രണയബന്ധം എതിർത്തപ്പോൾ അവൻ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ബുദ്ധി അവൻ ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവൻ ഒരു ക്രിമിനൽ ആയിരിക്കണം. അവൻ ക്രിമിനലാണ്. അവൻ ക്രിമിനൽ ആയതുകൊണ്ടല്ലേ അവൻ പറഞ്ഞു കൊടുത്തത്. പോക്സോ പ്രകാരം തന്നെ കേസ് പിടിപ്പിക്കാനുള്ള ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞിട്ടാണ് പോയി പറഞ്ഞു കൊടുത്തത്. പിന്നെ പോലീസ് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ ഈ കുട്ടികൾക്ക് അവിടെ വരാനുള്ള സാഹചര്യമാണ്. ആ വീട്ടിൽ ബന്ധുക്കളാണല്ലോ. അപ്പൊ ഈ പോക്സോയുടെ ഒരു കുഴപ്പം അതാണല്ലേ. പോക്സോയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യ പരിശോധനയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ആളകത്ത് പോയി. പിന്നെ പതുക്കെ കാര്യങ്ങളൊക്കെ മൂവ് ആവും. ആദ്യം ആളെ പിടിച്ച് അകത്തിടുക, ആദ്യം അടി, പിന്നെ ഉള്ളൂ ചോദ്യം. മാത്രമല്ല പിന്നെ തെളിവ് വേണ്ട. കുട്ടി പറയുന്നത് മാത്രം മതി. കുട്ടി പറയുന്നതിന് മുമ്പേ കുട്ടിയുടെ അമ്മ പറയുന്നതും. അതായത് ഇപ്പൊ ഞാനൊരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആ മുറിയിൽ CCTV കാര്യങ്ങളൊന്നുമില്ല. എന്നെ കാണാൻ ഒരു യുവതി വരുന്നു, കൂടെ ഒരു കുട്ടിയുണ്ട്. 5 മിനിറ്റ് അതിനകത്ത് കയറുന്നു, പുറത്തിറങ്ങുന്നു. അതിനുശേഷം ആ യുവതി പറയുകയാണ് എന്റെ മോനെ അവൻ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ പോക്സോ കേസ് വരും. അത് തെളിയിക്കേണ്ട ബർഡൻ ഓഫ് പ്രൂഫ് എനിക്ക് മാത്രമാണ് ബാധ്യത, വേറെ ആർക്കുമില്ല. ആ കുട്ടിയും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കുടുക്കിലേക്ക് ഞാൻ പോകും. ഇത് ദുരുപയോഗം ചെയ്യുന്നത് ഇത് ചെയ്യാൻ പാടില്ല. ഇതൊരു അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഈ നിയമം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ എത്രത്തോളം വ്യാജ കേസുകളിൽ ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടായിരിക്കും, ഏതെല്ലാം നാട്ടിലെ ആരൊക്കെ ഇപ്പോൾ സെല്ലിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും വ്യാജ കേസിൽപ്പെട്ട എത്ര പേർ ഇതുപോലുള്ള. ഞാൻ അതാണ് ആലോചിച്ചത്. ഞാനത് പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്തത്. അതായത് നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു വലിയ പ്രമാദമായിട്ടുള്ള ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഷാമിനത് ഓർമ്മയുണ്ടോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പാലത്തായി കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഷാമിന് ഓർമ്മയില്ലേ അത്? പാലത്തായി കേസ് നമ്മുടെ 2020 മാർച്ച് 16 പഠിപ്പിക്കുന്ന സ്കൂളിലെ 10 വയസ്സുകാരി അധ്യാപകനായ കുനിയിൽ പത്മരാജൻ പീഡിപ്പിച്ചുവെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. തലശ്ശേരി DYSPക്കാണ് കുട്ടിയുടെ ബന്ധുക്കൾ പരാതി നൽകിയത്. പിന്നീട് കേസ് പാനൂർ സ്റ്റേഷനിലേക്ക് കൈമാറി. അധ്യാപകൻ ഒരു RSSകാരനായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പോയി. അവസാനം IG ശ്രീജിത്തിന്റെ ഒരു വലിയ ഓഡിയോ സന്ദേശമൊക്കെ പുറത്ത് പ്രബലമായിട്ട് പ്രചരിക്കുന്ന എന്താണ് ഇതിനകത്ത് നടന്നത് എന്ന്. കാരണം വീട്ടുകാർ അതിൽ പറയുന്നത്, IG ശ്രീജിത്ത് ആ ഓഡിയോയിൽ പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടുകാർ പറയുന്നത്, കുട്ടി പറയുന്നത് ഇയാള് ബാത്റൂമിനകത്ത് കയറി മുണ്ട് ഉരിഞ്ഞ് കുട്ടിയുടെ കയ്യിൽ കെട്ടി വായിൽ കുത്തിക്കയറ്റിയിട്ട് പീഡനം നടത്തിയെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് കുട്ടി പറയുന്നു കുട്ടിയെ അഴിച്ചു വിട്ടത് കൂട്ടുകാരികളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇയാൾ അതിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ഇയാൾക്ക് മുണ്ടില്ലാതിരിക്കണം.
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള പോയിന്റ്. കാരണം പറയുന്നത് ഈ കുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്. അവരെ ഈ ഒരു വിഷയത്തിൽ ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ അവർ പെട്ടെന്ന് അടുത്ത മൊഴി പരസ്പര വിരുദ്ധമായി കോടതിയുടെ മുമ്പിൽ പോകുമ്പോൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ആദ്യം കൊടുക്കുന്ന മൊഴിയാണല്ലോ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പിന്നീട് പോകുമ്പോൾ ആ മൊഴി ഓർമ്മ കാണില്ല, മറന്നു കള്ളത്തരം പറഞ്ഞാൽ പിന്നെ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യമാണെങ്കിൽ മാത്രമല്ല അത് പിന്നീട് ഓർത്തു വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കേസുകൾ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, ആരെ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പായിട്ട്, ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരു വകുപ്പായിട്ട് ഈ സ്ത്രീ പീഡനം, പോക്സോ, പിന്നെ ഗാർഹിക പീഡനം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട്. പിന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുക. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ട ആൾക്കാർ, നീതി കിട്ടേണ്ട ആൾക്കാർ ഇതിനൊട്ടും പോകുന്നില്ല എന്നുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ മെനങ്ങാന്ന് നല്ലൊന്ന് ഡൈവേഴ്സായി. അവൾ യഥാർത്ഥത്തിൽ ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും അറിയാം. ജാതീയപരമായിട്ടും അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലും അവരുടെ വീട്ടുകാർ നിരന്തരം അധിക്ഷേപിക്കുകയായിരുന്നു. പക്ഷേ ഇവർ ഗാർഹിക പീഡനം കൊടുത്തിട്ടില്ല. ഭർത്താവിനോടുള്ള സ്നേഹം, അയാൾ ജീവിച്ചോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ. അതാണ് പറഞ്ഞത്, അത് ഗാർഹിക പീഡനം കൊടുക്കാത്ത ആൾക്കാരൊക്കെ അത് അനുഭവിക്കുന്നവരും, ഗാർഹിക പീഡനം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ചുമ്മാ ഒരു ഫാഷന് വേണ്ടി ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നവരുമാണ്. യഥാർത്ഥ ഇരകൾ പുറത്തു വരില്ലെന്നേ. യഥാർത്ഥ ഇരകൾ പലപ്പോഴും പുറത്തു വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പുറകെ നടന്ന് പിന്നെ വലിയ വാർത്തകളൊക്കെ ആയി നാണക്കേടൊക്കെ ഓർത്തിട്ട് പലരും മടിക്കും. പൈസയും സ്വാധീനമുള്ളവരാണ്. അതെ ഈ പന്തീരാങ്കാവിൽ കണ്ടില്ലേ? അതെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഇത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണെന്നറിയാമോ? സഹോദരിയെ പീഡിപ്പിച്ചു, എറണാകുളത്ത് സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര മാധ്യമങ്ങൾ ഈ സാധനം എടുത്ത് വലിയ വാർത്തയാക്കിയതായത് വാർത്തയാക്കിയിട്ട്. പക്ഷെ ഇപ്പം ആരും മിണ്ടുന്നില്ല. എല്ലാവരും നിശബ്ദം. മാധ്യമങ്ങളുടെ വേറൊരു ചട്ടത്താപ്പ്. രാത്രിയിലുള്ള ക്രൈം വാർത്തയിൽ ഏതാണ്ട് 10 മിനിറ്റോളം ലൈവ് ഒക്കെ വെച്ച് അത് കാണാൻ ആളുണ്ട്, ഇത് കാണാൻ ആളില്ല. ഇത് കാണാൻ ആരുമില്ല, അത് കാണാൻ ആളുണ്ട്. അതുകൊണ്ട് ആ പിള്ളേർ ഇപ്പൊ തൂങ്ങി ചെത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തായാലും ആ കുട്ടികൾ രക്ഷപ്പെട്ടല്ലോ ഇപ്പൊ. അതെ, ശരി.